ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഒരു വോട്ടേ ഉള്ളൂ. ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിൽ താമസിക്കുന്ന ആളെ, എനിക്ക് ഒരു വോട്ടുണ്ട്. ഞാൻ ഒരു വോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ജനിച്ച അന്ന് മുതൽ ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ ജീവിച്ചിട്ടുള്ള ആളാണ്. ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണ്. ഞാൻ നേരത്തെ ഒല്ലൂക്കരയായിരുന്നു, അതിപ്പോൾ അയ്യന്തോളയ്ക്ക് മാറി. പിന്നീട് ശേഷം 96 മുതൽ ഞാൻ അയ്യന്തോള താമസിക്കുന്നത്. ഞാൻ എൻ്റെ വീട് വിറ്റപ്പോൾ തൊട്ടടുത്ത ഫ്ലാറ്റിലേക്ക് താമസം മാറ്റി. പക്ഷേ അതിനുശേഷം എൻ്റെ മകൾ ഒരു വീട് പണിത് അതിലേക്ക് ഞാൻ താമസം മാറ്റുന്ന സമയമുണ്ടല്ലോ. ഒരു വീട് പണിത് കഴിഞ്ഞാൽ അതിലേക്ക് ഇതൊക്കെ പണിതുകൾ നമുക്ക് നമ്പർ കിട്ടണം, ഇത് കാര്യങ്ങളൊന്നും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഫ്ലാറ്റിൽ തന്നെയാണ് അപ്പോൾ വാടക കൊടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വീടിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇലക്ഷൻ, ആ സമയത്ത് ഇലക്ഷൻ വന്നപ്പോൾ ഇലക്ഷൻ ഇത് നമ്മൾ അവിടെ വോട്ട് ചെയ്തു. നമ്മൾ അവിടെ ഒരു സ്ഥലത്തേ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ മറ്റേ മണ്ഡലത്തിലും ഇപ്പുറ മണ്ഡലത്തിലും ഒന്നും വോട്ട് ചെയ്തിട്ടില്ല. വേറെ ബൂത്തിൽ പോയി വോട്ട് ചെയ്തിട്ടില്ല. കള്ളവോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാനൊരു റിട്ടേണിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കറിയാം എന്താണ് കള്ളവോട്ടെന്ന്. പരാതി കൊടുത്തിട്ടുണ്ടോ അനീഷ് കുമാറിനെതിരെ? പരാതി കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഈ വിവരങ്ങൾ പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, അതിപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മോശമായ വിധത്തിൽ ചിത്രീകരിക്കുന്ന ഒരു പരിപാടി. എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഫോട്ടോ, എൻ്റെ ഭാര്യയുടെയും ഫോട്ടോ വെച്ചിട്ടാണ്. ഞങ്ങൾക്കും ഫാമിലിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ആളുകൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് മകൻ വിളിക്കുന്നു, മകൾ വിളിക്കുന്നു, എന്താണ് ഇത് ചാനലിലൊക്കെ കാണുന്നു, നിങ്ങളൊക്കെ ഇതിനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ കാര്യം. നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു കള്ളവോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെന്തിനാ കള്ളവോട്ട്? ഞാനൊരു ഇത്രയും 10-30 കൊല്ലം സർവീസിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു കള്ളവോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കള്ളവോട്ട് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയം എനിക്ക് ഇല്ലായിരുന്നു. ഓക്കെ, ഈ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീഷ് കുമാർ വളരെ വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങളുടെയും ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരെ, ഒന്ന് വേണുഗോപാൽ എന്ന ആളെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീനയെയും വളരെ മോശമായ നിലയിൽ അവഹേളിക്കുകയും സമൂഹത്തിൽ കുറ്റക്കാർ നിലയ്ക്ക് ചിത്രീകരിക്കുന്ന നിലയിലേക്ക് അവർ കള്ളവോട്ടുകാരാണ് എന്ന വാർത്ത ജനങ്ങൾക്ക് മുന്നിൽ അനീഷ് കുമാർ പറയുകയുണ്ടായി. വസ്തുതകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പോകണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന വ്യക്തിയാണ് വേണുഗോപാലും ഭാര്യയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചെയ്തത്. അതുമാത്രമല്ല, 1996 മുതൽ തൃശ്ശൂർ പാർലമെൻറ്റകത്ത് സ്ഥിരമായി വോട്ട് ചെയ്യുന്നവരാണ്. ഇതേ അഡ്രസ്സിൽ സ്ഥിരമായി വോട്ട് ചെയ്യുന്നവരാണ്. 25 വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടിൽ താമസിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ആ വീട് വിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതിനുശേഷം തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ അദ്ദേഹം താമസിച്ചു. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, 3 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ പുതിയ വീട്ടിലേക്ക്, കുറ്റൂരിലേക്ക് മാറിയത്. ഇതാണ് വസ്തുത. അപ്പോൾ കൃത്യമായ നിലയിലേക്ക് ആ പ്രദേശത്ത് താമസിച്ചിരുന്ന വ്യക്തിയെയും അദ്ദേഹത്തെ കുടുംബത്തെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തക നിലയ്ക്ക് അവിടെ ആ സമയത്ത് ബൂത്ത് സെക്രട്ടറി ആയ അയ്യന്തോൾ മേഖലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് കണ്ണനെ വളരെ മോശമായ നിലയിലേക്ക് ഈ കള്ളവോട്ടിൻ്റെ കേന്ദ്രക്കാരനാണ് എന്ന നിലയിലേക്ക് അവഹേളിക്കുന്നൊരു നിലയുണ്ടായി. ഇത് വളരെ തെറ്റായ സ്ഥിതിയാണ്. ഇതിനെതിരെ ഇന്ന് വേണുഗോപാലും പിന്നെ ഞങ്ങൾ പൊതുപ്രവർത്തക നിലയിൽ ഇടതുപക്ഷ പ്രവർത്തകരും ഇതിനെതിരായിക്കൊണ്ട് ഇവിടെ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അവിടെ എടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായ നിലയിൽ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത്. 2 പാവപ്പെട്ട മനുഷ്യരെ, വോട്ടർമാരെ, കാലങ്ങളായി തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നവരെ വളരെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സബ് രജിസ്ട്രാറായിട്ടാണ് റിട്ടയർ ആയത്. അപ്പോൾ സമൂഹത്തിൽ അത്രയും വളരെ ബഹുമാന്യനും അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ നന്നായി പ്രവർത്തിച്ചു വരുന്ന ഒരാളെ ഇപ്പോൾ കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ അനീഷ് കുമാർ പോകുന്നത്. നെറുകെട്ട സുരേഷ് ഗോപിയുടെ ഈ കള്ളവോട്ടിൻ്റെ കേന്ദ്രമായിട്ടുള്ള വോട്ട് മോഷ്ടിച്ച സുരേഷ് ഗോപിയെ അവരെ ന്യായീകരിക്കാൻ വേണ്ടി BJP ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു, ഇതിന് ഒരു അക്ഷരം പോലും സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല. അപ്പം മിണ്ടാതിരിക്കാൻ കാരണം സുരേഷ് ഗോപിക്ക് ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി പോരാ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അവർ തന്നെ പറയാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾ പല ആളുകളെയും വോട്ട് ചെയ്യും. ഈ അനീഷ് കുമാർ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനീഷ് കുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളാണ്. പക്ഷേ മാധ്യമങ്ങൾ കൃത്യമായി അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് വോട്ട്, എവിടെയാണ് താമസം, ഇപ്പോൾ കഴിഞ്ഞ വോട്ടിൻ്റെ ഭാഗമായി വോട്ട് ചെയ്യേണ്ട ഭാഗമായി വാടകയ്ക്ക് വീടെടുത്ത് ആ വാടക വീട് ഇപ്പോൾ ഇരിക്കുകയാണ്. അതുപോലെ അനീഷ് കുമാറും കുടുംബവും എല്ലാം ഇവിടെയാണ് വോട്ട് ചെയ്തത്. അത് മാധ്യമങ്ങൾ കൃത്യമായി അന്വേഷിക്കണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറയാറ്.